2 പതിറ്റാണ്ടുകൾ പിന്നിട്ട ലോകത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിലെ തങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ റദ്ദു ചെയ്തു. 2005-ൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രയോഗത്തിൽ വന്നതോടെ പ്രതിവർഷം 1200 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക വഴി 5 കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കാനായി. 1,10,000 കോടി രൂപ വേതനമായി ലഭ്യമാക്കാനും വികസന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാനും കഴിഞ്ഞ ഭാവനാപൂർവമായ ഒരു പദ്ധതിക്കാണ് BJP സർക്കാർ അന്ത്യം കുറിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 പൗരന്മാരുടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ജീവിക്കാനുള്ള അവകാശം അർത്ഥപൂർണമാക്കണമെങ്കിൽ അതിന് അനിവാര്യമായ ഉപജീവന മാർഗം കൂടി പ്രദാനം ചെയ്യുന്ന സംവിധാനത്തെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ചകളിൽ ഉയർന്നിരുന്നു. അസംബ്ലിയിലെ സോഷ്യലിസ്റ്റ് ആശയഗതിക്കാർ തൊഴിലവകാശം ഒരു മൗലികാവകാശമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായഗതിക്കാരായിരുന്നു. യാഥാസ്ഥിതിക പക്ഷം സ്വാഭാവികമായും അതിനെ എതിർത്തിരുന്നു. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത അവകാശമായി തൊഴിലവകാശത്തെ ഉൾപ്പെടുത്തുകയാണ് അന്നുണ്ടായത്. എന്നാൽ പ്രായോഗികമായി തൊഴിലവകാശം അംഗീകരിക്കപ്പെട്ട് കിട്ടേണ്ടതിന് ഇന്ത്യക്ക് അരനൂറ്റാണ്ടിലേറെ കാത്തിരിക്കേണ്ടി വന്നു. 2005-ൽ പ്രാവർത്തികമായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം തൊഴിലില്ലായ്മയും വരുമാനരാഹിത്യവും മൂലം ജീവിതം ദുരിതപൂർണമായ വലിയൊരു വിഭാഗം ജനതയ്ക്ക് ഏറെ ആശ്വാസപ്രദവും ഗ്രാമീണ സമ്പദ്ഘടനയ്ക്ക് നവജീവൻ പകർന്ന നിയമനിർമ്മാണവും പദ്ധതിയുമായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ ഒന്നാം UPA സർക്കാരിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ഇടതുപക്ഷ പാർട്ടികൾ ആ നിയമനിർമ്മാണ പ്രക്രിയയിൽ സുപ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. UPA സർക്കാരിന് ഇടതുപക്ഷം നൽകിയ പിന്തുണ പിൻവലിച്ചതോടെ സുഗമമായ നടത്തിപ്പിൽ ഉദാസീനത പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെങ്കിലും പദ്ധതിയേറെ ജനോപകാരപ്രദമായി തുടർന്നു പോന്നിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ ഒരു ദശകത്തിലേറെ നീണ്ട ഭരണം തൊഴിലുറപ്പ് പദ്ധതിയെ സാവധാനത്തിൽ അവസാനിപ്പിക്കുകയെന്ന ദിശയിലേക്കാണ് നീങ്ങിയിരുന്നത്. തൊഴിലുറപ്പ് നിയമത്തെ ഒരു വികേന്ദ്രീകൃത പദ്ധതി എന്ന നിലയിൽ നിന്നും തികച്ചും കേന്ദ്രീകൃതമായ ഒന്നാക്കി മാറ്റാൻ മോഡി സർക്കാർ നടത്തിയ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായി ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് കഴിഞ്ഞ ഒരു ദശകത്തിനിടെ പദ്ധതിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടത്. ഏറ്റവും അവസാനം പുതിയ നിയമനിർമ്മാണ വേളയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ അനുസരിച്ച് പദ്ധതിയിൽ നിന്നും 16.3 ലക്ഷം തൊഴിലാളികളാണ് കഴിഞ്ഞ 35 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം പുറന്തള്ളപ്പെട്ടത്. ഇന്ത്യയുടെ തൊഴിൽ രംഗത്തെ ലിംഗവിവേചനത്തിന് വലിയൊരളവ് പരിഹാരമായിരുന്നു തൊഴിലുറപ്പ് നിയമം. പദ്ധതിയിൽ തൊഴിൽ ലഭിച്ചിരുന്നവരിൽ ഏതാണ്ട് 50%-ലേറെയും ഗ്രാമീണ സ്ത്രീ തൊഴിലാളികളായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ആധാറുമായി ബന്ധിപ്പിക്കൽ, തൊഴിൽ കാർഡ് ഉടമകളെ ഡിജിറ്റലായി നിയന്ത്രിക്കുന്ന കേന്ദ്രീകൃത സംവിധാനം തുടങ്ങിയവയും ലക്ഷക്കണക്കിന് തൊഴിൽ അപഹരിക്കുന്ന സംരംഭങ്ങളായി. തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കൽ, പശ്ചിമ ബംഗാളടക്കം രാഷ്ട്രീയ പ്രതിയോഗികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിന്റെ പൂർണ്ണവും ഭാഗികവുമായ നിഷേധം തുടങ്ങിയവയെല്ലാം തൊഴിലുറപ്പ് നിയമത്തിന്റെ മരണമണി ഇതിനകം മുഴക്കിയിരുന്നു. സ്ത്രീ തൊഴിലാളികൾക്ക് പുറമെ മോഡി സർക്കാരിന്റെ നയം പ്രതികൂലമായി ബാധിച്ചത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെയാണ്. ഇന്ത്യയിലെ ആദിവാസി ജനസംഖ്യ 8.6% തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരുടെ പങ്കാളിത്തം 18% വരും. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം 19%. ഈ കണക്കുകൾ ദുർബല ജനവിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി അവരുടെ സാമ്പത്തിക നിലനിൽപ്പിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. സ്ത്രീകളും അധസ്ഥിത ജനവിഭാഗങ്ങളും തങ്ങളുടെ തൊഴിലിന് ജീവന്റെ തന്നെ നിലനിൽപ്പിനും ആശ്രയിക്കുന്ന ഒരു നിയമത്തിന്റെയും പദ്ധതിയുടെയും കടക്കലാണ് മോഡി സർക്കാരിന്റെ മഴ വീണിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം റദ്ദാക്കിയ സ്ഥാനത്ത് മതിയായ ചർച്ചകളോ ആലോചനയോ കൂടാതെ തിടുക്കത്തിൽ പാസാക്കിയെടുത്ത വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ സമൂഹത്തിലെ ഏറ്റവും താഴെ തലത്തിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുടെ തൊഴിലവകാശം അവരിൽ നിന്നും കവർന്നെടുക്കുന്ന നിയമമായിരിക്കുമെന്ന് വ്യക്തമാണ്. തൊഴിലുറപ്പ് നിയമത്തിന്റെ നടത്തിപ്പിന് 90-10 എന്ന അനുപാതത്തിലായിരുന്നു കേന്ദ്ര സംസ്ഥാന വിഹിതം വകയിരുത്തിയിരുന്നതെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് സംസ്ഥാനങ്ങൾ പദ്ധതി വിഹിതത്തിന്റെ 40% കണ്ടെത്തേണ്ടതുണ്ട്. ഇത് രാജ്യത്തെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരമാണ് അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമവും പദ്ധതിയും ജന്മന തന്നെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങൾക്കും ചാപിള്ളയായി ഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. രാജ്യത്തിന്റെ നികുതി വിഹിത വിഭജനത്തിൽ നീതിരഹിതവും കേന്ദ്രീകൃതവുമായ നയ സമീപനങ്ങൾ പിന്തുടരുന്ന മോഡി സർക്കാർ
പുതിയ നിയമനിർമ്മാണത്തോടെ തൊഴിലുറപ്പ് നിയമത്തിന്റെ പദ്ധതിയുടെയും അന്ത്യവും പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു. VBG RAMG നിയമം രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷതരമാക്കും. വികസിത ഭാരതത്തെ പറ്റിയുള്ള മോഡി ഭരണകൂടത്തിന്റെ എല്ലാ അവകാശവാദങ്ങൾക്കുമപ്പുറം ലോകത്തെ ഏറ്റവും അസമത്വം നിറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഓരോന്നും സാക്ഷ്യപ്പെടുത്തുന്നു. കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് മോഡി സർക്കാർ കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും അവരുടെ ന്യായമായ അവകാശങ്ങളോട് പ്രതികരിക്കാനോ രാജ്യത്തെ ഗ്രാമീണ മേഖലയുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നാമമാത്ര കർഷകർക്കും ഗ്രാമീണ തൊഴിലാളികൾക്കും ആശ്രയമാവേണ്ട തൊഴിലുറപ്പ് നിയമമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ലോക പ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ ചിന്തകരും പുതിയ നിയമത്തിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. BJPയും NDAയിലെ അവരുടെ സഖ്യകക്ഷികളും ഒഴികെ രാഷ്ട്രീയ ശക്തികൾ ഒന്നടങ്കം പുതിയ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. സംയുക്ത കിസാൻ മോർച്ച, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ തുടങ്ങിയവയും പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ജനങ്ങളുടെ ശക്തവും നിരന്തരവുമായ പ്രതിഷേധത്തിലൂടെയും ചെറുത്തുനിൽപ്പിലൂടെയും മാത്രമേ മോഡി സർക്കാരിന്റെ തൊഴിൽ അവകാശ നിഷേധത്തെ ചോദ്യം ചെയ്യാനും തിരുത്താനും കഴിയൂ. രാജ്യത്തെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളെയും മതേതര ജനാധിപത്യ രാഷ്ട്രീയ ശക്തികളെയുമാണ് രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്.